നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ 2 പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാർ രാജിവെച്ചു. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് KR പ്രകാശ്, മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് S ഉഷാകുമാരി എന്നിവരാണ് രാജിവെച്ചത്. രണ്ടുപേരും സ്വതന്ത്രരായി വിജയിച്ചവരാണ്. റാന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായ സാഹചര്യത്തിലാണ് രാജി. മല്ലപ്പുഴശ്ശേരിയിൽ ഇടതുമുന്നണിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ഉഷാകുമാരിയുടെ രാജി. പ്രസിഡന്റിന്റെ രാജിക്ക് പിന്നാലെ മല്ലപ്പുഴശ്ശേരിയിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാറും അപ്രതീക്ഷിതമായി രാജിവെച്ചു. പുതുശ്ശേരി മല വാർഡിലെ വിജയത്തോടെ LDFന് ഭൂരിപക്ഷം ലഭിച്ചതോടെ UDF BJP പിന്തുണയോടെ പ്രസിഡന്റായ റാന്നിയിലെ KR പ്രകാശ് രാജിവെച്ചു. അവിശ്വാസം വരുന്നതിന് മുമ്പേ രാജി സമർപ്പിക്കുകയായിരുന്നു. 13 അംഗ കമ്മിറ്റിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. UDF 5, LDF 5, BJP 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കേരള കോൺഗ്രസ് എമ്മിലെ ശോഭ ചാർലിയാണ് തുടക്കത്തിൽ പ്രസിഡന്റായത്. സ്വതന്ത്രന്റെ പിന്തുണയോടെ കോൺഗ്രസിലെ സിന്ധു സഞ്ജയനും വൈസ് പ്രസിഡന്റായി. പിന്നാലെ കേരള കോൺഗ്രസ് അംഗം UDF വിട്ട് LDFനൊപ്പം കൂടിയത് വൻ ചർച്ചയായിരുന്നു. ഇതോടെ LDFന് 6 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു. തുടർന്ന് കോൺഗ്രസിലെ 4 അംഗങ്ങളും സ്വതന്ത്രനും ചേർന്ന് ശോഭ ചാർലിക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. BJP പിന്തുണയിൽ ഭരിക്കുന്നതിനെതിരെ LDFൽ പ്രതിഷേധമുയർന്നതോടെ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായ KR പ്രകാശ് പ്രസിഡന്റായി. BJP അംഗങ്ങൾ വിപ്പ് ലംഘിച്ചതായി ആരോപിച്ച് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് നൽകിയിരുന്നു. ഇതോടെ BJP അംഗം AS വിനോദ് രാജിവെച്ചു. നിലവിലെ ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFലെ അജിമോനാണ് വിജയിച്ചത്. 13 അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭൂരിപക്ഷത്തിന് 7 പേരുടെ പിന്തുണ വേണം. ഇടതുമുന്നണിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് 3 വർഷത്തോളം മല്ലപ്പുഴശ്ശേരിയിൽ പ്രസിഡന്റായിരുന്ന സ്വതന്ത്ര അംഗം S ഉഷാകുമാരി രാജിവെച്ചത്. വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാറിന്റെ രാജി അപ്രതീക്ഷിതമായിരുന്നു. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രദീപ് പറയുന്നു. മല്ലപ്പുഴശ്ശേരിയിൽ ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന ധാരണ പ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. LDFൽ CPIക്കാണ് ഇനിയുള്ള 2 വർഷം പ്രസിഡന്റ് പദവി ലഭിക്കുക. ഇടതുമുന്നണിയിൽ CPM 4, CPI 2, സ്വതന്ത്ര 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രതിപക്ഷത്ത് കോൺഗ്രസിനും BJPക്കും 3 അംഗങ്ങൾ വീതമാണ് ഉള്ളത്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം CPMന് തന്നെയായിരിക്കും. സജീവ് ഭാസ്കർ, അമൽ സത്യൻ, വത്സല വാസു എന്നിവരാണ് CPM അംഗങ്ങൾ. പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്കായതിനാൽ പാർട്ടി തീരുമാനം നിർണായകമാണ്.